ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ആപ്ഷ് വ്ലോഗ്സ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതാണ് എൻ്റെ 2026 വിഷൻ ബോർഡ്. ഇതിലെ ക്യാമറ പിക്ക് ആൻഡ് ഈ ഒരു പിക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സിൽവേഴ്സാണ് ഞാൻ പ്ലേ ബട്ടണായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിഷൻ ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ അത്യാവശ്യം പഠിക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ഒന്ന് ഓർഗനൈസ് ചെയ്യാം. ഞാനിവിടെ ബുക്കാണ് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. സ്റ്റഡി ടേബിൾ ഓൾറെഡി ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ബുക്കാണ് കേട്ടോ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടും നല്ല പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര മെസ്സി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രെയിൻ ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ലൊരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ നമ്മൾ സ്റ്റഡി ടേബിൾ ഫിക്സ് ചെയ്ത് വെക്കുക. നാച്ചുറൽ ലൈറ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ലൈറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഐസ് സ്ട്രെയിൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള സ്ഥലത്തിരുന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ സെക്കൻഡ് വൺ ഒരു ടു ഡു എഴുതുക എന്നുള്ളതാണ്. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ടു ഡു എഴുതുക. ടു ഡു മാത്രം എഴുതാനായിട്ടുള്ളൊരു ബുക്കല്ല, ചെറിയ ബുക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടു ഡു മാത്രമായിട്ട് എഴുതാം. ടൈം ടേബിളിനേക്കാളും എനിക്കിഷ്ടം ടു ഡു ആണ് കേട്ടോ. പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 4 മണിക്ക് എണീക്കുക, 4:30 വരെ ഇരുന്ന് പഠിക്കുക, 4:30 കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോകാൻ മനസ്സിലായി. അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് എഴുതി വെക്കരുത്, നമ്മൾ എണീക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇന്ന് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഞാനിവിടെ സ്റ്റിക്കി നോട്ടിൽ ചെറിയ രീതിയിൽ ഈ സംഭവം തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് തന്നെ ഒരു ചെറുതാക്കിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് എന്താ പറയുക ഒട്ടിച്ച് വെക്കും. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് എവിടെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമോ നെക്സ്റ്റ് ഇതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ബുക്ക് തുറന്ന് നോക്കേണ്ടി വരത്തില്ല. പിന്നെ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രിൻ്റ് ഔട്ട്സിനകത്ത് താഴെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു പേജിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് താഴെയായിട്ട് എഴുതി വെക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെയുള്ളത് ടീച്ച് ആൻഡ് ഏൺ ആണ്. അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുക, പഠിപ്പിച്ച് കൊടുക്കുന്നത് പോലെ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിച്ച് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നത് മെമ്മറിയിൽ ഇരിക്കും. നെക്സ്റ്റ് ഞാൻ ചെയ്യുക റീകോൾ ചെയ്യാനായിട്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് ആ ഒരു ടെക്സ്റ്റ് നോക്കാതെ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയാം. അത് കഴിഞ്ഞ് നമ്മളത് റീചെക്ക് ചെയ്യാം. ഈ ഒരു സംഭവം ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ സയൻസ് ഇതേപോലെയുള്ള സബ്ജക്ട്സൊക്കെ പഠിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിക്കി നോട്ടിൽ ടിക്ക് ഇടുക. പിന്നെ അതേപോലെ തന്നെ ബുക്കിൽ ഒന്നിനും വെട്ടുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അതേപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുക നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് കേട്ടോ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അതേപോലെയുള്ള ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവമായാലും അത് സ്റ്റോറീസ് പോലെയല്ലായിരിക്കും. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ നമുക്ക് അതൊരു റിവിഷനായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ലാംഗ്വേജസിലൊക്കെ റിവിഷൻ എന്ന് പറയുന്നത് തന്നെ റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് റീഡ് ചെയ്യാത്തവരാണെങ്കിൽ റീഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. സോ ബൈ ഫോർ നൗ.